കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രിയെ SIT ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്തു. ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തത്. കടകംപള്ളി സുരേന്ദ്രനെ മാത്രമല്ല മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷമുള്ള തുടർ നീക്കങ്ങൾ എന്ത് എന്നീ ഘട്ടത്തിൽ വ്യക്തമല്ലെങ്കിലും അന്വേഷണ സംഘത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്നു എന്ന വിവരമാണ് വരുന്നത്. ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ശ്രീജിത്ത്, CPM-നെ രാഷ്ട്രീയമായി വീണ്ടും പ്രതിരോധത്തിലേക്ക് ആക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിലെ വിവരങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടില്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെയും മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ CPI-ക്ക് അഭിപ്രായമില്ല എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതിന്റെ സൂചനയാണല്ലോ ഈ ശനിയാഴ്ച നടന്ന ചോദ്യം ചെയ്യൽ. പത്മകുമാറിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ അതിന് കുറ്റപത്രം വേണമെന്ന് പാർട്ടി ശഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയായിരിക്കും CPM വിശദീകരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വിലയിരുത്താൻ പോകുന്നത്? വിജയകുമാർ, ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുൻ ദേവസ്വം മന്ത്രിയും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത്. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്നാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം വിശദമായി അവലോകനം ചെയ്യാനായുള്ള CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് നടന്നത്. അപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോൾ അതിന് സമാന്തരമായാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2009 ഈ സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ ആദ്യഘട്ടം നടന്ന ഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത്. CPM ശബരിമല സ്വർണ്ണക്കൊള്ള തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം സംശയങ്ങളുണ്ട്. ആ സംശയം ദൂരീകരിക്കാനാവാത്തത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ഒരു കാരണമായി എന്ന കാര്യം CPI അടക്കം പങ്കുവെക്കുന്നുമുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനപ്പുറത്തേക്ക് മറ്റൊരു കണ്ണിക്കും ഇതുമായി ബന്ധമില്ല എന്ന ആത്മവിശ്വാസമാണ് തുടർച്ചയായി CPM നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതോടെ ആ വാദങ്ങൾ പൊളിയുകയാണ്. എന്നാൽ ചോദ്യം ചെയ്തതിൻ്റെ അർത്ഥം കടകംപള്ളി സുരേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയല്ല. അതിന് ചില സാങ്കേതികപരമായ ചില വാദങ്ങളും CPM-നും മറ്റും ഉയർത്താൻ കഴിയും. സാധാരണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പരമാധികാരി അതിൻ്റെ ദേവസ്വം മാനുവൽ അനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം മന്ത്രിക്ക് ബോർഡിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നതിനും തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതിനുമൊക്കെ നിയമപരമായ പരിമിതിയുണ്ട്. എങ്കിൽ പോലും രാഷ്ട്രീയ അധികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ടാവാം. എങ്കിൽ പോലും സാങ്കേതികമായി അതിനെ ന്യായീകരിക്കാൻ കഴിയും. കാരണം ദേവസ്വം മന്ത്രിക്ക് ബോർഡിൻ്റെ തീരുമാനങ്ങളിൽ ഇടപെടാൻ കഴിയില്ല. അത് ദേവസ്വം മാനുവലിലും ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയായിരിക്കും CPM-ന്റെ പ്രതിരോധം. ഇവിടെ കടകംപള്ളി സുരേന്ദ്രന് നേരെ സംശയത്തിൻ്റെ മുന ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം കടകംപള്ളി സുരേന്ദ്രനും ഈ സ്വർണ്ണക്കൊള്ള കേസിലെ കിങ് പിൻ അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് കരുതുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത ബന്ധമാണ്. അദ്ദേഹവുമായി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടുത്തിടപെടുന്ന ചിത്രങ്ങൾ ഇതിനകം പല ചിത്രങ്ങൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ RSP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിബു ബേബി പുറത്തുവിട്ട എയർപോർട്ടിൻ്റെ ലോബിയിലിരിക്കുന്ന ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ബന്ധം കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഉള്ളതാണ് അദ്ദേഹത്തിന് നേരെ ചില സംശയങ്ങൾ ഉയരാൻ കാരണം. സാധാരണ നിലയിൽ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളിൽ കാര്യമായി ഇടപെടാനോ മറ്റും കഴിയില്ല. എങ്കിൽ പോലും ഈ സ്വർണ്ണപ്പാളികൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോകുമ്പോഴും മറ്റും ഏതെങ്കിലും തരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രിയോട് അഭിപ്രായങ്ങൾ തേടിയിരുന്നോ? ആ അഭിപ്രായങ്ങൾക്ക് അദ്ദേഹം രേഖാമൂലം എന്തെങ്കിലും മറുപടി നൽകിയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിലൂടെ ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വരേണ്ടത്. സാധാരണ നിലയിൽ അതിന് കഴിയില്ലെങ്കിൽ കൂടി ഈ കാര്യത്തിൽ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് അത്തരം എന്തെങ്കിലും ഒരു ഉത്തരവുകളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ അദ്ദേഹം ബന്ധപ്പെട്ട ഫയലുകൾ എന്തെങ്കിലും കുറിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്. എങ്കിൽ പോലും വിജയകുമാർ സൂചിപ്പിച്ച പോലെ CPM-നെ രാഷ്ട്രീയമായി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള ചോദ്യം ചെയ്യൽ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യുന്ന വിവരം പുറത്തു വരുന്നുണ്ട്. പ്രശാന്തിന്റെ കാലത്ത് 2025 വീണ്ടും ഈ ദ്വാരപാലക ശില്പങ്ങളും മറ്റും സ്വർണം പൂശാനുള്ള നടപടി വീണ്ടും തുടങ്ങി. വിവാദത്തെ തുടർന്ന് അത് ഒഴിവാക്കിയെങ്കിലും അത്തരമൊരു ഇനിഷ്യേറ്റീവ് പ്രശാന്തിന്റെ കാലത്ത് നടന്നു. അത്തരം കാര്യങ്ങളിൽ കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.